Hello everyone, welcome to CUET tutorial. Here, a topic on number system, consecutive numbers. എന്താണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്? അടുത്തടുത്തുള്ള നമ്പേഴ്സിനെയാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1, 2, 3 എക്സെട്ര കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇനി 2, 4, 6, 8, 10 എക്സെട്ര അത് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആണ്. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 3, 6, 9 എക്സെട്ര എന്നുള്ളതാണ്. ഇവിടെ കോൺസിക്യൂട്ടീവ് ഫസ്റ്റ് തൊട്ടുള്ള കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എഴുതാം 1, 2, 3 എക്സെട്ര അങ്ങനെയുള്ളത് എഴുതാം. പക്ഷെ ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നൊന്നും പറയുന്നില്ല. സോ ആ കേസുകളിൽ നമ്മൾ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 3 എക്സെട്ര എന്നാണ്. ഇനി കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും എക്സ്, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 4. ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഫസ്റ്റ് ടേം നമ്മൾ ഈവൻ നമ്പർ ആയിരിക്കണം എടുക്കുന്നത്. ഇനി കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ കേസിലും എക്സ്, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 4 എക്സെട്ര. ഇവിടെയും എന്ത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്? കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ കേസിൽ ഫസ്റ്റ് ടേം ഒരു ഓഡ് നമ്പർ ആയിട്ട് എടുക്കണം. ഇവിടെ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഫോർ എക്സെട്ര നമുക്ക് ഫസ്റ്റ് ടേം എക്സിനെ 1 ആയിട്ട് എടുത്താൽ നമുക്ക് കിട്ടും 1, then 2, 3, 4 എക്സെട്ര. ഇനി കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ കേസിൽ ഫസ്റ്റ് ടേം ഈവൻ നമ്പർ ആയിരിക്കണം എടുക്കുന്നത്. സോ ഇവിടെ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ കേസിൽ എക്സ് എടുക്കുന്നത് ഈവൻ നമ്പർ ആയിരിക്കണം. സോ 2 ഒരു ഈവൻ നമ്പർ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 4, then 6 എക്സെട്ര. ഇനി കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ കേസിൽ ഫസ്റ്റ് ടേം എടുക്കുന്നത് ഓഡ് നമ്പർ ആയിരിക്കണം. ദാറ്റ് ഈസ് 1, 3, 5 എക്സെട്ര. നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിനെ ബേസ് ചെയ്ത് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ദ സം ഓഫ് 3 consecutive numbers is 39. Find the numbers. So first 3 consecutive numbers എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സിൽ എവിടെയോ ഉള്ള 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 39 എന്ന് കിട്ടും. സോ ആ നമ്പേഴ്സ് ഏതാണ് കണ്ടുപിടിക്കും. സോ ലെറ്റ് ദ നമ്പേഴ്സ് ബി. സോ ലെറ്റ് ദ 3 consecutive numbers be. ഏതായിട്ട് അസ്യൂം ചെയ്യും? എക്സ്, എക്സ് പ്ലസ് 1 ആൻഡ് എക്സ് പ്ലസ് 2. ഇനി തന്നിരിക്കുന്ന കണ്ടീഷൻ ഏതാണ്? The sum of 3 consecutive numbers is 39. So sum is 39. X plus, that is x plus 1 plus x plus 2 is equal to 39. So like terms add here. That is x plus x, 3x. 3x plus 3 is equal to 39. So 3x is equal to 39 minus 3. 36. So x is equal to 36 by 3, which is equal to 12. So നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഇതിലെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 12 ആണ്. നെക്സ്റ്റ് 12 plus 1, 13, then 12 plus 2, 40. സോ ഈ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 39 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് 12 plus 13 plus 40, which is equal to 39. So the 3 consecutive numbers which give the sum 39 is 12, 13 and 40. ഇനി കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിനെ ബേസ് ചെയ്ത് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് the sum of 3 consecutive odd numbers is 33. What are the? So നമുക്ക് ഇവിടെ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. So we can assume these numbers as x, x plus 2 and x plus 4. ഇനി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ the sum of 3 consecutive numbers is 33. So that is x plus 2 plus x plus 4 എന്ന് പറയുന്നത് 33 ആണ്. So ഇവിടെ x plus x, that is 3x. Then 4 plus 2, 6, which is equal to 33. That is 3x is equal to 33 minus 6. So 3x is equal to
27. So x is equal to 27 by 3, which is equal to 9. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ 9 ആയിരിക്കും, സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 11, then തേർഡ് നമ്പർ എന്ന് പറയുന്നത് 13 ആയിരിക്കും. സോ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 11 plus 13, which is equal to 24, 24 plus 9, which is equal to 30. സോ നമ്മൾ അസ്യൂം ചെയ്ത നമ്പേഴ്സ് കറക്റ്റ് ആയിരുന്നു. x plus 2 and x plus 4. സോ അതിന്റെ സം 33 ആയിട്ട് വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 9, 11 and 30.